സിനിമാ മേഖലയാകെ മയക്കുമരുന്ന് വിഴുങ്ങിയിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് തന്നെ പറയേണ്ടി വരും. വേറൊന്നുമല്ല, നമ്മുടെ മലയാള സിനിമ മയക്കുമരുന്നിന്റെ പിടിയിലായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൃത്യമായി പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല നടന്മാരുടെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള വാർത്തകളും പലതരത്തിലുള്ള അവരുടെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അഡിക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ടാണ് നടൻ ശ്രീകാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് അവരുടെ പോലീസുകാർ അദ്ദേഹത്തെ സംശയത്തിന്റെ പേരിൽ 8 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം കൊക്കൈൻ കൈവശം വെച്ചതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയച്ചിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പേരായി പോയി നടൻ ശ്രീകാന്ത്. നമുക്കറിയാം, ഒരുപാട് നല്ല പടങ്ങൾ ചെയ്ത ഇവൻ 3 ഇഡിയറ്റ്സിന്റെ ഒക്കെ തമിഴിലൊക്കെ അദ്ദേഹം നല്ല ഹിറ്റ് അടിച്ച നായകനായിട്ട് ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഏതാണ്ട് 2000 കാലം തൊട്ടേ, ഏതാണ്ട് സിനിമയിൽ അദ്ദേഹം ഇന്നലെ വന്നൊരു നടനല്ല, ഏതാണ്ട് 10-20 വർഷത്തിന് മേളിലായിട്ട് പലതരം വേഷങ്ങളിൽ, ചെറുതും വലുതുമായ വേഷങ്ങളിൽ അദ്ദേഹം വന്നിരുന്നു. പിന്നീട് കുറച്ച് നാൾ അദ്ദേഹത്തിന് ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം വളരെ കുറച്ച് നാളുകൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് അതിശക്തമായ അതിനുശേഷമാണ് 3 ഇഡിയറ്റ്സ് പോലുള്ള കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നത്. ഹിന്ദിയിലെ വമ്പൻ ഹിറ്റായിരുന്ന 3 ഇഡിയറ്റ്സ് തമിഴിലേക്ക് വരികയും അത് വിജയ് നായകനായി ചെയ്യുകയും ചെയ്ത സംഭവം അത് വളരെ അധികം ഹിറ്റുകൾ അടിച്ചു. അതുപോലെ നയൻതാരയോടൊപ്പം വില്ലൻ വേഷത്തിൽ, ഡോക്ടറായിട്ടുള്ള വില്ലൻ വേഷത്തിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള വില്ലൻ വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. അങ്ങനെ മലയാളികളുടെ യുവതികൾക്കും തമിഴകത്തെ യുവതികൾക്കും അതോടൊപ്പം തന്നെ ഒരുപാട് ഫാൻസ് ഉള്ളൊരു നടനാണ് ഈ ശ്രീകാന്ത്. മലയാളത്തിലും അദ്ദേഹം ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു നടപടി അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വഭാവ വൈകൃതം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം മയക്കുമരുന്നിന്റെ അംശം, കൊക്കൈന്റെ അംശം അദ്ദേഹത്തിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് പോലീസ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇത് വെളിപ്പെടുത്തുന്നത് തമിഴകത്തെ ഒട്ടുമിക്ക നടന്മാരുടെ കയ്യിലും ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ, അതോ മലയാളത്തിന് മാത്രമാണോ ഈ ചീത്തപ്പേരെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം, മലയാളത്തിൽ ഒരുപാട് നിയമങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അവരുടെ അമ്മയൊക്കെ ചേർന്നുള്ള യോഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് കൈപ്പടയിൽ അവൾ എഴുതി കൊടുക്കണം. അതായത് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഈ ക്രൂ നീങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഷൂട്ടിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെടുന്ന നടനോ നടിയോ ഒക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അത് കടുത്ത ഉപരോധത്തിന് കാരണമായി തീർന്നേക്കാം എന്നൊരു മുന്നറിയിപ്പും സിനിമ അസോസിയേഷൻസ് അണിയറ പ്രവർത്തകർ കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചധികം ആൾക്കാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അത് സിനിമാ മേഖലയെ ഒട്ടാകമാനം തകർത്ത് കളയുമെന്ന്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ആയാലും ശ്രീനാഥ് ബാസിയൊക്കെ ആയാലും മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് ഇപ്പോൾ നശിച്ച് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. കാരണം ശ്രീനാഥ് ബാസിയൊക്കെ ഒരുപാട് അധികം കഴിവുള്ള നടനാണ്. പക്ഷെ അത് വിവാദങ്ങളിൽ ചെന്ന് പെടുന്നു. അതായത് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവതാരികയോട് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, എല്ലാവരോടും തട്ടിക്കയറുന്ന സ്വഭാവം. അങ്ങനെ ഇവൻ സെറ്റിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് സംവിധായകൻ അവരെ പോളിഷ് ചെയ്യുമ്പോഴും നമുക്കറിയാം ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന പോലെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുന്നു, ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് അച്ഛൻ മരിക്കുന്നു, അങ്ങനെ കുറെ വിവാദങ്ങൾ അദ്ദേഹം പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു സിമ്പതി, അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കപ്പെട്ടു, ആക്സിഡന്റിൽ മരണപ്പെട്ടു, അതും അദ്ദേഹത്തിന്റെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കൊക്കൈന്റെ ഉപയോഗം, മയക്കുമരുന്നിന്റെ രാസലഹരിയുടെ ഒക്കെ ഉപയോഗം വല്ലാതെ മലയാള സിനിമയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തമിഴകത്തു നിന്നും ഇങ്ങനെയുള്ള വാർത്തകളാണ്. തമിഴ് യുവ നടനാണ് ശ്രീകാന്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഇനി നടിമാര് പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മലയാളത്തിൽ അങ്ങനെയുള്ള കുറെ കിംവദന്തികൾ കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരുപാട് മലയാളി നടിമാരുടെയൊക്കെ പബ്ബുകളിൽ നിന്നും ഇതുപോലെ ഒരുപാട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അങ്ങനെ ഡാൻസ് ബാറുകളിൽ നിന്നൊക്കെ ഇവരെ പിടിച്ചു. ഇവർക്ക് ലഹരി പെഡലേഴ്സുമായിട്ട് ബന്ധമുണ്ട്. ആലപ്പുഴയിലെ ഒരു മണ്ണഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ലഹരി പെഡലറെ പിടിച്ചപ്പോൾ അയാൾക്ക് 2 കോടിക്ക് മുകളിൽ വില വരുന്ന കഞ്ചാവാണ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചത്. സുൽത്താന എന്ന് അവർ വെളിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കൂട്ടുകാരാണ്, ഞങ്ങളൊക്കെ അവരുടെയൊക്കെ ചങ്ക് ഫ്രണ്ട്സ് ആണ്, സെലിബ്രിറ്റീസ് എല്ലാം എൻ്റെ കൂട്ടുകാരാണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. എങ്ങനെയാണ് മയക്കുമരുന്ന് ഇടപാടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മയക്കുമരുന്ന് പെഡലറായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സിനിമക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടാകുന്നത്? നമ്മളെല്ലാവരും സിനിമ കാണാറുണ്ടല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ് എന്ന് വെച്ച് നമ്മളെല്ലാവരും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ചാക്കോച്ചന്റെയും ഒക്കെ സുഹൃത്തുക്കളാണോ? അല്ല, സുഹൃത്തുവല്ല എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്. പക്ഷേ ഒരു പെഡലർ, അതായത് ഒരു അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത മയക്കുമരുന്ന് കടത്തിയ ആ ഒരു ഏജന്റ് പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളാണ് ഈ ഫീൽഡിലുള്ളവരൊക്കെയും എൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നാണ്. അത് മാത്രമല്ല, ശ്രീനാഥ് ബാസിയുമായിട്ടുള്ള ചാറ്റിങ്, ഷൈൻ ടോം ചാക്കോയുമായിട്ടുള്ള മറ്റ് ഫോൺ കോൾസ്, അതുപോലെ ബിഗ് ബോസിലെ ചില ആൾക്കാരുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ പോലീസ് പിടിക്കുകയുണ്ടായി, സാമ്പത്തിക ഇടപാടുകൾ പിടിക്കുകയുണ്ടായി. അങ്ങനെ തന്നെയാണ് ഈ പറയപ്പെടുന്ന തമിഴ് നടൻ ശ്രീകാന്ത് പിടിക്കപ്പെടുന്നത്. ശ്രീകാന്തിന് മുൻപ് അണ്ണാ DMK എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു വ്യക്തിയുമായിട്ടാണ്, അദ്ദേഹം പ്രദീപ് എന്ന പേരുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഇദ്ദേഹത്തിന് ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നത്. കൊക്കൈൻ അദ്ദേഹം വഴിയാണ് ശ്രീകാന്തിന്റെ കൈകളിൽ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ബാറിൽ വെച്ചുണ്ടായ ഒരു പ്രശ്നത്തിന്റെ
പേരിലാണ് ഇത് രൂക്ഷമായെന്ന് പറയപ്പെടുന്നു. എന്ത് തന്നെ ആയാലും ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് രൂപയോളം, ഒരു ഗ്രാമിന് ഏതാണ്ട് 12,000 രൂപയാണ് ആ സമയത്ത് ശ്രീകാന്ത് കൊടുത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചതല്ല, അത് വാങ്ങിച്ചത് മാത്രമല്ല, അതിന്റെ അഡിക്റ്റഡ് ആണെന്നും ഈ പറയപ്പെടുന്ന പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ പറയപ്പെടുന്ന ശ്രീകാന്ത് വളരെ നല്ല ആക്ടറാണ്, നന്നായിട്ട് അഭിനയിക്കുകയും അദ്ദേഹത്തിന്റെ തമിഴ് സിനിമയൊക്കെ, സ്നേഹയൊക്കെ ജോഡിയായിട്ടുള്ള ഒരുപാട് തമിഴ് സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ. അത് നമ്മുടെ കണ്ണുകളെ നനയിപ്പിക്കുന്ന തരത്തിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിരുന്നു ശ്രീകാന്ത്. അപ്പോൾ ഒരു നടൻ അഭിനയിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഒരു ലഹരിയുടെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ ഇങ്ങനെയായി പോകുന്നത്? ശ്രീകാന്ത് സംബന്ധിച്ചിടത്തോളം ശ്രീകാന്ത് ഒരുപാട് യുവാവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ പയ്യനൊന്നും അല്ല ശ്രീകാന്ത് എന്ന് പറയുന്നത്. നമ്മുടെ വിജയോടൊപ്പം അല്ലെങ്കിൽ രജിത്തിന്റെ ആ ഒരു കാലയളവിലൊക്കെ ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അവരോടൊപ്പം പിടിച്ചു നിന്ന് അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ വിജയിച്ച ഒരു നടനാണ്. കുറേയധികം പടങ്ങൾ, ഒരു കാമുകൻ ഒരു ജോണറിൽ വന്ന പടങ്ങളൊക്കെ വിജയിപ്പിച്ചൊരു വ്യക്തിയാണ് ശ്രീകാന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ തമിഴകം ഒട്ടാകെ ഞെട്ടിയിരിക്കുകയാണ്, തമിഴ് ഇൻഡസ്ട്രി തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു പേരുദോഷം മലയാള സിനിമയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിചാരിച്ചത്. പക്ഷേ മലയാള സിനിമ മാറി, ഇപ്പോൾ തമിഴകത്തേക്കും ഇത് പടർന്നിരിക്കുന്നു. ഇനി കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഇതുണ്ടോ എന്ന് നമുക്കറിയില്ല. പൊതുവെ ഈ സിനിമാ മേഖലയെക്കുറിച്ച്, അത് തമിഴെന്നോ ബോളിവുഡെന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊന്നുമില്ല, പൊതുവിൽ ഈ സിനിമാ ലോകം എന്ന് പറയപ്പെടുന്നത് ലഹരിക്ക് അടിമപ്പെടുന്ന ആൾക്കാരാണ് മെജോറിറ്റി എന്ന് പറയപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ചില സിനിമാ നടന്മാരെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ മുഴുവൻ കഞ്ചാവാടെ, അല്ലെങ്കിൽ അയാളൊരു എന്താ പറയുന്നത്, ഒരു പഞ്ചാരയാ. ഏതെങ്കിലും ഒരു സ്ത്രീകളെ ആയിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ലഹരിയുമായിട്ടോ കണക്ട് ചെയ്തോ എപ്പോഴും നടന്മാരെയും നടിമാരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ ഇങ്ങനെ വരുന്നത്? ശരിക്കും സിനിമാ മേഖലയിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ കഴിവല്ലേ? കഴിവും ആ ഒരു ഊർജ്ജസ്വലതയും ഒക്കെ അല്ലേ ഒരാളെ സിനിമ നടനാക്കുകയും നടിയാക്കുകയും ചെയ്തത്. എന്ത് നടനും ആയിക്കോട്ടെ, ലീഡിംഗ് റോൾ ആയിക്കോട്ടെ, സ്വഭാവ നടനായിക്കോട്ടെ, കൊമേഡിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രതിനായകനായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അയാളുടെ കഴിവാണ് ഒരു മാനദണ്ഡമായി വെച്ചിരുന്നെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ മലയാള സിനിമയിൽ നമുക്കറിയാം ഹേമ കമ്മിറ്റി വിഷയങ്ങൾ അതിനകത്ത് വരികയും അതിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള നടപടിയും ഇല്ലാതെ അതിങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നടി പാർവതി അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 5 വർഷം ഞങ്ങൾ കാത്തിരുന്നു, അതിട്ടൊന്നും കിട്ടിയില്ല. ഇനിയും കുറെ വർഷങ്ങൾ ഈ ഹേമ കമ്മിറ്റിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ആ ഒരു ലിസ്റ്റിൽ വന്ന ആൾക്കാർക്ക് ഒരു അനുകൂല നടപടി ഉണ്ടാകാൻ കാത്തിരിക്കണം എന്ന രീതിയിലൊക്കെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പെണ്ണും കള്ളുമാണോ ഒരു സിനിമാ മേഖലയിലെ പിടിച്ചു നിർത്തുന്നത്? പിന്നെ പൈസയും. തീർച്ചയായിട്ടും അവൻ്റെ പെണ്ണിനെ കൊടുക്കാൻ പറ്റുന്നവരുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നോ രാസലഹരികളോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, കയ്യിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ ആ സിനിമാക്കാരൻ രക്ഷപ്പെടുമെന്നാണോ അർത്ഥമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ അവരുടെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ പൃഥ്വിരാജ്, ചാക്കോച്ചൻ, ഇവരൊന്നും അങ്ങനെ വിവാദങ്ങളിൽ അവരുടെ വർക്കുകൾ കൊണ്ട് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും അങ്ങനെ വിവാദങ്ങൾ കേൾപ്പിക്കാത്ത കുറച്ചധികം നടന്മാരെ നമുക്കുണ്ട് ഇപ്പോൾ. പക്ഷെ മലയാളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നടന്മാരൊക്കെ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്, സ്ത്രീ വിഷയങ്ങളിൽ പെട്ടിട്ടുണ്ടില്ലെന്നല്ല. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ കൂടുതലും അവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ച വെപ്പുകൾ നടത്തുന്നവർക്ക്, ഇങ്ങനെ പവർ ടീമിന് മാത്രമേ ഇങ്ങനെയുള്ള സിനിമകൾ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ സിനിമാ രംഗത്ത് തമിഴകം, കോടമ്പക്കം, ചെന്നൈ എന്നൊക്കെ പറഞ്ഞാൽ സിനിമാക്കാരുടെ ഒരു സ്വർഗ്ഗ ലോകമായിരുന്നു. ഒരുപാട് ആൾക്കാർ ചെന്നൈയിലേക്ക് വണ്ടി കയറി ഇവിടുന്ന് മദ്രാസിലേക്ക് പോയിരുന്നത്. മദ്രാസ് പറയപ്പെടുന്ന കാലത്ത് ഈ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ആയാലും ചെന്നൈയിലെ കഥകളൊക്കെ അവരുടെ ഒരുപാട് അഭിമുഖങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമാക്കാരനാകാൻ വേണ്ടി അന്ന് മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വണ്ടി കയറിയ സ്ഥലം ചെന്നൈ, കോടമ്പക്കം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെന്നൈ എന്ന് പറയുമ്പോൾ, തമിഴകം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ ബിഗ് ഇൻഡസ്ട്രിയാണ്, മലയാളത്തെക്കാളും വലിയൊരു ഇൻഡസ്ട്രിയാണ് തമിഴകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മലയാളത്തിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ രാസലഹരി പടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തമിഴിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും അതുണ്ടാവുക. അതിന്റെ ഒരു ഉദാഹരണം ഈ ശ്രീകാന്തിന്റെ മൊഴികൾ ബാക്കികൾ രേഖപ്പെടുത്തിയിട്ടില്ല, പുറത്തേക്ക് വിട്ടിട്ടില്ല. അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇനി ആരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ഏവരുടെയും ഒരു സ്വപ്നമാണ്. അത് ചെന്നൈയിൽ നിന്നായാലും തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും മലയാളമായാലും ബോളിവുഡ് ആയാലും അതിലേക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ പെൺവാണിഭം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, രാസലഹരി, ഇതെല്ലാം കൈമുതലായിട്ടുള്ളവന് മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ എന്നാണോ പുതിയ തലമുറ പഠിക്കേണ്ടത്, പുതിയ തലമുറ അറിയേണ്ടത്? അതല്ലാതെ കഴിവുള്ളവന് ആ ഫീൽഡിൽ നിലനിൽക്കാൻ സാധിക്കില്ലേ? നമുക്കറിയാം ഷാരൂഖ് ഖാൻ, അദ്ദേഹം ആരുമില്ലാതെ അനാഥബാല്യത്തോടുകൂടി ദരിദ്രനായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചി നടന്ന കാലത്താണ് അദ്ദേഹം ബോളിവുഡിലേക്ക് വരുന്നത്. ആ മനുഷ്യൻ അയാളുടെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ട് മാത്രം ഈ നിലകളിലെത്തി കിങ് ഖാനായി മാറി. തീർച്ചയായിട്ടും അദ്ദേഹത്തെയൊക്കെ മാതൃകയാക്കേണ്ടവരല്ലേ നമ്മുടെ പിൻതലമുറക്കാർ?
അദ്ദേഹം ഏത് മയക്കുമരുന്നിന്റെ സഹായത്തോടെയാണ്, ഏത് സാമ്പത്തിക ശക്തിയുടെ സഹായത്തോടെ, ഏത് പെണ്ണിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഈ നെറുകയിൽ, അഭിനയത്തിന്റെ നെറുകയിൽ എത്തിച്ചേർന്നത്? അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും പെർസീവിയറൻസും ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ കഥകൾ കൊച്ചു കുട്ടികൾക്ക് വരെ കാണാപ്പാടം, അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ഒരു സാധനം തന്നെയാണ്, പഠിക്കേണ്ട ഒരു പങ്ക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്ന് പറയുന്നത്, ആസ് എ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ എന്ന നിലയിൽ. സോ അതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള എളുപ്പ വഴികളും കുറുക്ക് വഴികളും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്? അതൊന്നും ഒരിക്കലും ശാശ്വതമല്ല. ഒരു നല്ല നടനാവണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഫീൽഡും ആയിക്കോട്ടെ, ഏത് സൗത്ത് ഇന്ത്യയോ നോർത്ത് ഇന്ത്യയോ എന്തും ആയിക്കോട്ടെ, അത് ബംഗാളി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, കന്നഡിക ആയിക്കോട്ടെ, പക്ഷേ അവിടെയെല്ലാം ഒരു നടനാവണമെന്ന്, നടിയാവണമെങ്കിൽ നമ്മുടെ കഴിവാണ് മാനദണ്ഡം ആക്കി വെക്കേണ്ടത്. തീർച്ചയായിട്ടും സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഇതെല്ലാം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കാം. അതുമാത്രമല്ല, മലയാളത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഇനി ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ അവർ ആ സൈറ്റിൽ നിന്ന് പുറത്താക്കുമെന്നും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഷൂട്ടിംഗ് വേളയിൽ ഉപയോഗിക്കില്ല എന്ന് വാക്കാൽ എഴുതി കൊടുക്കണമെന്നുമാണ് അവരുടെ ആവശ്യം, അസോസിയേഷന്റെ ആവശ്യം. അത് ഇനി തമിഴകത്തിലേക്കും അങ്ങനെ വരുത്തട്ടെ. തീർച്ചയായിട്ടും നല്ല സിനിമകളും നല്ല നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.